വംശഹത്യ. ഗാസയിൽ ഇന്ന് നടക്കുന്ന ഇസ്രയേലി അധിനിവേശത്തെ ഒറ്റവാക്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. വംശീയമായി ഒരു ജനസമൂഹത്തെയാകെ ഉന്മൂലനം ചെയ്ത് ഒരു പ്രദേശത്തെയാകെ ഇല്ലായ്മ ചെയ്യുക. അതാണ് ഇന്ന് ഗാസ സിറ്റിയിൽ നടക്കുന്നത്. ചോരയുടെ മണമാണ് ഇന്ന് ഗാസ മുനമ്പിന്. കരയുദ്ധം കൂടി ആരംഭിച്ചതോടെ ഇസ്രയേലി സൈനികർ ഗാസയിലേക്ക് ഇരച്ചു കയറുകയാണ്. അതിനിടയിൽ ബോംബാക്രമണവും ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളും കുടുംബവുമായി പലസ്തീനികൾ ഗാസ സിറ്റി വിട്ട് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് എങ്ങും. കൂട്ടപ്പലായനമാണ് നടക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനം തേടി ജനം പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം നടക്കുന്നത്. വിവിധയിടങ്ങളിലെ ടെലിഫോൺ ലൈനുകളും ഇന്റർനെറ്റ് കണക്ഷനുകളും തകരാറിലായതായി പലസ്തീൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി കരയാക്രമണങ്ങളിൽ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ചൊവ്വാഴ്ച 68 പേരും ബുധനാഴ്ച 83 പേരും കൊല്ലപ്പെട്ടു. മരണസംഖ്യ ചിലപ്പോൾ അതിലും ഉയർന്നതായിരിക്കും. ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ പലസ്തീനികളാണ്. കരസേന ഗാസയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ പീരങ്കി ആക്രമണവും വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. ബോംബാക്രമണം ശക്തമാണ്. കിടപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം കൂടുതലും. ഗാസയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഇസ്രായേൽ സേന ആക്രമണം നടത്തി. യുദ്ധക്കുറ്റം എന്നാണ് ഹമാസ് ഇസ്രായേലിന്റെ ആക്രമണ നടപടിയെ വിശേഷിപ്പിച്ചത്. ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ആദ്യപടിയായാണ് 10 ലക്ഷത്തോളം പേർ താമസിച്ചിരുന്ന ഗാസ സിറ്റിയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം. ഇസ്രായേലിന്റെ കരയുദ്ധത്തിനെതിരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണ് എന്ന് UN കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഇതിനു പിന്നാലെ US സെനറ്ററായ ബെർണി സാൻഡേഴ്സും ലണ്ടൻ മേയറായ സാദിഖ് ഖാനും വംശഹത്യ എന്ന പ്രയോഗം ആവർത്തിച്ചു. UNലെ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറിയുടെ റിപ്പോർട്ട് പ്രകാരം വംശഹത്യയെക്കുറിച്ചുള്ള 1948 ഉടമ്പടിയിൽ പറയുന്ന 5 കാര്യങ്ങളിൽ യുദ്ധം ആരംഭിച്ച് 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജനസമൂഹത്തിലെ അംഗങ്ങളെ കൊല്ലുക, അവർക്ക് ഗുരുതരമായ ശാരീരിക മാനസിക ആഘാതം ഏൽപ്പിക്കുക, ആ സമൂഹത്തെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കുന്നതിനായി കരുതിക്കൂട്ടിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുക, അവർക്കിടയിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നത് തടയാനുള്ള നടപടികൾ അടിച്ചേൽപ്പിക്കുക, ഇവയെല്ലാം ഇന്ന് ഗാസയിൽ നടക്കുന്നുണ്ട് എന്നാണ് COI പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു വരികയാണ്. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലുമായുള്ള വ്യാപാര കരാറുകളെല്ലാം റദ്ദാക്കുന്ന പ്രമേയം ഇന്നലെ യൂറോപ്യൻ കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനോട് ഇസ്രായേലി ദേശീയ ഫുട്ബോൾ ടീമിനെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നും ഇസ്രായേലി താരങ്ങളുമായുള്ള പ്രാദേശിക സഹകരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാകെ ഇസ്രായേലിനെതിരെ വ്യാപക ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ലോകരാജ്യങ്ങളുടെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കാര്യമാക്കാതെ ഇസ്രായേൽ ഗാസയിൽ നരനായാട്ട് തുടരുന്നു. അനുദിനം അതീവ ദുരിതമാകുകയാണ് ഗാസയിലെ സ്ഥിതിഗതികൾ. പലായനം ചെയ്യാൻ പോലും ഇടമില്ലാത്തവരായി തങ്ങൾ മാറിയെന്ന് പലസ്തീനികൾ കേഴുന്ന കാഴ്ച. കയ്യിൽ പണമില്ലാതെ എങ്ങോട്ട് പോകുമെന്നാണ് അവരുടെ ചോദ്യം. സ്വന്തം ഇടം ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് പലസ്തീനികൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 20 ദിവസങ്ങൾക്കപ്പുറം പലസ്തീനിലെ യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാകും. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 65,000 കവിഞ്ഞു. പരിക്കേറ്റവരുടെ എണ്ണം 1.5 ലക്ഷത്തിലധികമാണ്. പലായനം ചെയ്തവർ അതിലും എത്രയോ ഇരട്ടി. 5 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് യാതൊരു സൗകര്യങ്ങളുമില്ലാതെ തെക്കൻ തീരത്തേക്ക് തള്ളിവിടപ്പെടുന്നത്. മനുഷ്യത്വ വിരുദ്ധമായ ഈ ക്രൂരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കം രംഗത്ത് വന്നിട്ടും ഇസ്രായേലിന് കുലുക്കമില്ല. ഇടവേളയ്ക്ക് ശേഷം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ അന്തർദേശീയ സമൂഹത്തിലാകെ ഒരു ആശങ്ക പടർന്നു പിടിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അഭയം തേടി ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുകയാണ്. ദുരിത ജീവിതം നയിക്കുന്ന തെക്കൻ തീരത്തേക്ക് വീണ്ടും വീണ്ടും ആളുകൾ കൂട്ടമായി എത്തുന്നതോടെ വൻ ദുരന്തമാണ് ഗാസയെ കാത്തിരിക്കുന്നത് എന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2023 മുതൽ ഇന്ന് വരെ തുടർന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസ സിറ്റിയിലെ കെട്ടിടങ്ങൾ പലതും പുനരുപയോഗിക്കാനാകാത്ത വിധം തകർന്ന് തരിപ്പണമായി.